അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ 2024 നടക്കുന്ന ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പിൻ്റെ സൗജന്യ പരിശീലനാർത്ഥമാണ് നിങ്ങളൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നത്. എജുഫൈസിനെ കുറിച്ച്, പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവരെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, സമൂഹത്തിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് എജുഫൈസിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അവരുടെ വിദ്യാർത്ഥികൾ, അവരുടെ ഉസ്താദുമാർ, അങ്ങനെ വ്യത്യസ്തരായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ വീഡിയോ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരെയും ആദ്യമായി ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. ഓക്കെ, എന്തിനാണ് അഭിനന്ദിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അഭിനന്ദിക്കുന്നത്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലൊരു സൗജന്യമായ പ്രോഗ്രാം നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേർന്നു ലിങ്ക് വഴി. ഓക്കെ, അങ്ങനെ നമ്മൾ കാണാൻ ഒരിട വന്നു. ഇങ്ങനെ 2 കാര്യത്തിന് നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്, അഥവാ ഈ പ്രോഗ്രാം അപേക്ഷിക്കാത്ത ഒരുപാട് രക്ഷിതാക്കൾ, അവരുടെ ഉസ്താദുമാരൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇപ്പോൾ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റിവെച്ച ഒരുപാട് ആൾക്കാരുണ്ടാകും. ലിങ്കൊക്കെ കണ്ടിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ഒറ്റയ്ക്ക് നോക്കിയാൽ കിട്ടൂലേ, അങ്ങനെയൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറി നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കെ, പക്ഷേ നിങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തി, ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസായി നിങ്ങൾ എത്തിയതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഗതി പറഞ്ഞു തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കും. അത് കുട്ടികളാവാം, വിദ്യാർത്ഥികൾക്കാവാം, രക്ഷിതാക്കൾക്കാവാം. ഒരുപാട് ആൾക്കാരെ കേൾക്കുന്നത് കൊണ്ട്, ഈ ഒരു 3 ആംഗിളിലുള്ള ആൾക്കാരും കേൾക്കുന്നത് കൊണ്ട് ഒരാളെ മാത്രം സ്പെസിഫൈഡ് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഒരുപാട് സന്തോഷം വേണമെങ്കിലും മറ്റൊരുപാട് നേട്ടങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളിപ്പോൾ അഭിനന്ദിക്കാൻ നിങ്ങൾ അവസരമൊരുക്കിയതുപോലെ മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു കാര്യം. തിരിഞ്ഞോ? സാധ്യതയില്ല. ഞാൻ വിശദീകരിച്ചു തരാം. അഥവാ നമ്മുടെ ഡ്യൂട്ടികൾ ഒരുപാടുണ്ടാകും. ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ അഭിനന്ദനം കിട്ടുന്നത് അതൊരു തട്ടിക്കൂട്ടൽ പരിപാടിയാണ്. ഓക്കെ, അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മളൊന്ന് സന്തോഷിപ്പിക്കുന്നു, നമ്മളൊന്ന് മലപ്പുറം ഭാഷ പറഞ്ഞ മൂച്ചിമ്മ കയറ്റുന്നു, ഒന്ന് പൗസാക്കാക്കുന്നു എന്നൊക്കെ ചില ഭാഷകളിൽ പറയും. അതായത് ഒന്ന് നമ്മൾ പിരികേറ്റാൻ വേണ്ടി മാത്രമാണ് അഭിനന്ദിക്കുന്നത്. എന്നാൽ നമ്മുടെ ഡ്യൂട്ടി അല്ലാതിരുന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അതാണ് വാസ്തവത്തിൽ യഥാർത്ഥ അഭിനന്ദനം എന്ന് പറയുന്നത്. റിയലിസ്റ്റിക് തീം അതാണ്. ഓക്കെ, ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമേ ആയിരുന്നില്ല. എന്നിട്ടും നിങ്ങൾ പങ്കെടുപ്പിച്ചു എന്നതിലാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിച്ചത്. ഓക്കെ, നിങ്ങളുടെ മേൽ നിർബന്ധമായ ഒരുപാട് ഡ്യൂട്ടികളുണ്ടാകും. വീട്ടിൽ ഉദാഹരണം, ഉപ്പ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ നാളത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി വരിക എന്ന് പറയുന്നത് ഉപ്പയുടെ മേൽ നിർബന്ധമാണ്. ഓക്കെ, ആ വാങ്ങി വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഒരു കേക്കോ ഒരു കിൻഡർ ജോയോ ഒരു നല്ല വല്ല ചോക്ലേറ്റും വാങ്ങി പോവുകയാണെങ്കിൽ അന്ന് വീട്ടിലുള്ള എല്ലാവർക്കും ഡബിൾ ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും. കാരണം ഉപ്പ ചെയ്യേണ്ടതല്ലാത്ത, അങ്ങനെ പറഞ്ഞാൽ നിർബന്ധമായി ചെയ്യേണ്ടതല്ലാത്ത ഒരു കാര്യമാണ് ഉപ്പ ഇന്ന് ചെയ്തത്. ചോക്ലേറ്റും മുട്ടായൊക്കെ ആയി വാങ്ങിക്കൊണ്ടുവന്നു. ഓക്കെ, എന്നതുകൊണ്ട് ഉപ്പയെ എല്ലാവരും അഭിനന്ദിക്കും, സ്നേഹിക്കും, സ്വാഭാവികം. ഉമ്മ നിർബന്ധമായിട്ട് നമുക്ക് രാവിലെ ദോശയോ അല്ലെങ്കിൽ കറിയും ഒക്കെ നിർബന്ധമായിട്ട് ആക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് ആക്കുമ്പോൾ കൂടുതൽ മക്കൾ സന്തോഷിക്കുന്നു. അധ്യാപകൻ നിർബന്ധമായിട്ട് നമ്മുടെ ഡ്യൂട്ടിയാണ് ഒരു വിദ്യാർത്ഥി, നമ്മുടെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥി പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ആ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ഒരുപാട് എക്സ്ട്രാ മെത്തേഡുകളുണ്ട്. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗെയിമിഫിക്കേഷൻ നടത്തിയിട്ടും മറ്റു ഒരുപാട് അവരുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോഴാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സക്സസ് അധ്യാപകനാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അധ്യാപകൻ, നോർമൽ അധ്യാപകൻ. ചുരുക്കി പറഞ്ഞാൽ, നമ്മളെ അഭിനന്ദിക്കാൻ നമ്മൾ ഡ്യൂട്ടികൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടിയിരുന്ന നിർബന്ധമായ ഡ്യൂട്ടികൾ ഒഴിവാക്കിയിട്ട്
അതിൻ്റേക്കാൾ പുറത്തുള്ള വിശാലമായത് ചെയ്യുമ്പോഴാണ് നമ്മളെ വാസ്തവത്തിൽ നമുക്ക് സന്തോഷവും സ്നേഹവും ഒക്കെ കിട്ടുക. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതിന് നിങ്ങൾക്ക് ഒരുപാട് തലത്തിലേക്ക് വായിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഒരു അടിമ അടുക്കൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്യണം. അതായത് ഫർള് നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ അയാൾ സുന്നത്തുകൾ അധികരിപ്പിക്കട്ടെ എന്നൊക്കെ ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ചെയ്യുക എന്ന് പറയുന്നതാണ്. കടം ഒരാളെ നിന്ന് നമ്മൾ 1000 രൂപ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ 1000-നേക്കാൾ കൂടുതൽ കൊടുക്കൽ സുന്നത്താണ്. അപ്പോഴാണ് ഒരാളെ നിർബന്ധമായിട്ട് സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. തിരിഞ്ഞോ? ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞത്. അഥവാ ഇത് നിങ്ങളുടെ മക്കളുടെ മേൽ നിർബന്ധമായ കാര്യമേ ഒന്നുമല്ല, അവരുടെ സിലബസ് ഭാഗമോ പരീക്ഷയോ അവരുടെ അടുത്ത പ്രൊമോഷനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇരുന്നിട്ടും നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അധ്യാപകരെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇതാണ്. ഓക്കെ, രണ്ടാമത് ഈ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഒരാവശ്യവുമില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ എത്തിച്ചേർന്നു. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ശിഷ്യന്മാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന വിശാലമായ മനസ്സുള്ള അധ്യാപകരും പേരൻസും ഒക്കെ ആയതുകൊണ്ടാണ് നിങ്ങളെന്തായത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്. അതിനാണ് ഞാൻ നിങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞത്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കരസ്ഥമാക്കാൻ ഇത്തരത്തിലുള്ള നിർബന്ധ ഡ്യൂട്ടികൾക്ക് പുറമേയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് അഭിനന്ദനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ജീവിത തത്വവും ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ സ്കോളർഷിപ്പ്, എന്തിനായിരിക്കും ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികൾക്കും ചിന്തിക്കാം, എന്തിനായിരിക്കും ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ്? നമ്മൾ ആൻസറായിട്ട് പറയും ഒരുപാട് അറിവുകൾ പഠിക്കാൻ വേണ്ടി. അതല്ല, സമ്മാനത്തുക കണ്ടുക്കണ 8 ഗ്രാമാണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് 6 ഗ്രാമാണ്. സ്വർണത്തിനൊക്കെ ഇപ്പോൾ അടിക്കടി ദിവസം കഴിയുന്നതിന് പൈസ കൂടി പോവാണ്. ഓക്കെ, അപ്പോൾ അജാതി പൈസയൊക്കെയാണ്. അപ്പോൾ അത് പ്രൈസ്, ഓക്കെ, അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഓക്കെ, അതും ഉണ്ടാവാം. ഇനി കുട്ടിക്കൊക്കെ ഫസ്റ്റൊക്കെ കിട്ടിയെങ്കിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടാൽ മാഷാ അല്ലാഹ് നമ്മളെ വീട്ടിൽ നല്ല പഠിക്കുന്ന കുട്ടിയുണ്ടെന്നൊക്കെ 4 ആൾ അറിയിക്കാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവാം. ഏറ്റവും ബേസിക്കായിട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. മദ്രസ 5ാം ക്ലാസ് വരെ പഠിച്ച ഒരുപാട് കിതാബുകളിൽ നിന്നൊക്കെയുള്ള നമ്മൾ മറന്നുപോയ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനൊക്കെ ഗുണം ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ പറയും. എന്നാൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാം കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കേണ്ടിയിരുന്നത്? അതായത് ഇത് ബേസിക്കായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാം കൊണ്ട് നമ്മളറിയാതെ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്കും മക്കൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കൊക്കെ മനസ്സിലാവും. ഒന്നാമത്തെ പറഞ്ഞാലേ, ഇന്നത്തെ നമ്മുടെ മക്കൾ വളരെ ഓപ്പണായിട്ട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു ഫ്രണ്ട്ലി ടോക്കാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മക്കൾ ആൽഫ ജനറേഷൻ എന്നാണ് പറയുക. ആൽഫ ജനറേഷൻ അഥവാ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ 15 വർഷമാണ്. 2009 ഏകദേശം ജനറേഷൻ Z അവസാനിച്ചു. ഓക്കെ, പുതിയ മോഡലാണ് 2010 മുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ആൽഫ ജനറേഷൻ്റെ പ്രത്യേകത എന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ മക്കളൊക്കെ ഒന്ന് നമ്മളെ പിടിച്ചാൽ കൺട്രോൾ കിട്ടണമെങ്കിൽ നമുക്ക് നമ്മൾ പറയില്ലേ, ഇതിപ്പോൾ മക്കളും കേൾക്കുന്നുണ്ടാവും. അതാണ് ഒരു ചെറിയൊരു ആശങ്ക. അതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് നമുക്ക് ഉദാഹരണം സഹിതം പറയാൻ വേണ്ടി പറ്റില്ല, കാരണം കുട്ടികളും കൂടി ഇത് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ആൽഫ ജനറേഷനാണ് 2010 മുതൽ വരുന്നത്. ഇങ്ങനെ ഇപ്പോൾ 2024 ആയി. അപ്പോൾ ആ ഒരു ജനറേഷനും കഴിഞ്ഞു, അതിൻ്റെ അപ്പുറത്തൊക്കെ വന്നു. 15 വർഷമാണ് ഒരു ജനറേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ജനറേഷൻ്റെ ഒക്കെ പ്രത്യേകത, നമ്മളൊക്കെ മൊബൈലിലേക്കൊക്കെ കുടിയേറി പാർത്തവരാണ്. നമ്മളൊന്നും മൊബൈലിലേക്ക് കുടിയേറി പാർത്തവരാണ്. എന്നാൽ ഈ മക്കൾ ജനിച്ച് വീഴുന്നത് തന്നെ ലേബർ റൂമിൽ നിന്നും നമ്മൾ എടുക്കുന്ന സെൽഫിയോട് കൂടിയാണ് ഇവരെന്താവുന്നത്, ജനിച്ച് വീഴുന്നത് തന്നെ. ഓക്കെ, സോഷ്യൽ മീഡിയ ഇവരുടെ സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഇവരെ വല്ലാതെ സ്വാധീനിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്നതുകൊണ്ടാണ് നമ്മൾ മക്കളെക്കുറിച്ച് പലപ്പോഴായിട്ട് അധ്യാപകരാവട്ടെ പേരൻസ് ആവട്ടെ ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് ആളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നിരന്തരമായിട്ട് കേൾക്കുന്നത് എന്നല്ല, നമ്മുടെ വീട്ടിൽ പോലും ഉള്ളത്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് വസ്തുതയാണ്. മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, പഠിക്കുന്ന ആർക്കോ വേണ്ടിയാണ്, പിന്നെ ഒരാളോട് എങ്ങനെ മിണ്ടണം എന്നറിയില്ല, സംസാരിക്കണം എന്നറിയില്ല, എവിടെയൊക്കെ നോ എന്ന് പറയണം, എവിടെയൊക്കെ യെസ് എന്ന് പറയണം എന്നറിയില്ല, സമൂഹത്തിനോടുള്ള ബാധ്യത എന്താണെന്നറിയില്ല, ഉസ്താദുമാർക്കൊന്നും ഒരു റെസ്പെക്റ്റ് കിട്ടണില്ല, ക്ലാസ്സിൽ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു കുത്തിരിക്കാന്നല്ലാതെ പഠിക്കണില്ല. ഇങ്ങനെ നമ്മൾ ഒരുപാട് നെഗറ്റീവ്സുകൾ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ മക്കളുടെ മാത്രം കുഴപ്പമില്ല, നമ്മുടെ ഈ ജനറേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ സാഹചര്യങ്ങൾ അവരെ രൂപപ്പെടുത്തി എടുക്കുന്നതിലും വരുന്ന ഒരുപാട് മാറ്റങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മക്കളാണ് ഇപ്പോൾ നമ്മുടെ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെന്ന് പറയുന്നത്.
ഓക്കെ പറഞ്ഞാൽ കേൾക്കില്ല, ശബ്ദം എടുക്കും, ഫോൺ അഡിക്ഷനാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് നിരന്തരം അനുഭവിക്കുന്ന ഉമ്മമാർക്കൊക്കെ ഭയങ്കര ബേജാറും വെപ്രാളും ആയിരിക്കും. സ്കൂളിൽ പോകാനും അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ ഒരുപാട് ലഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയകളുണ്ട്, പ്രണയങ്ങളുണ്ട്, വേഡ് സുഹൃത്തുക്കൾ, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങളിലായിട്ട് നിൽക്കുകയാണ് പല രക്ഷിതാക്കളും. ഓക്കെ, എന്നല്ല 99% അങ്ങനെ ആവുള്ളൂ. കാരണം നമ്മളെ ചുറ്റുവട്ടം അങ്ങനെ ആയതുകൊണ്ടാണ്. അങ്ങനെ ആവാനുള്ള കാരണം ഇന്നത്തെ ജനറേഷനും സാഹചര്യവുമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട ചില ഏരിയകളിലേക്കുള്ള ഒരു സൂചനകളും ഒരു വെളിച്ചം വീശലുമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം. ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. നമ്മളിപ്പം പണ്ടത്തേക്കാളൊക്കെ വിദ്യാഭ്യാസം കൂടുതലാണ്. ഉദാഹരണം പറഞ്ഞാൽ 25 വർഷം ഏകദേശം നമ്മൾ പഠിക്കുകയാണ്. ഒരു PG ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരു കുട്ടിക്ക് വയസ്സ് 25 വയസ്സാണ്. പണ്ടത്തെ കാലത്തേക്ക് പോയാൽ 5ഓ 10ഓ ക്ലാസ് പൂർത്തിയാവാത്തവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. പക്ഷെ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കൾക്കില്ല എന്നൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത്. അങ്ങനെയാണല്ലോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 25 വയസ്സ് വരെയൊക്കെ ഏകദേശം നമ്മൾ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ 1/3 നമ്മൾ 75 വയസ്സൊക്കെ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള ജീവിതത്തിലെ ഒരു ബഹുഭൂരിപക്ഷ സമയം 1/3 തന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ നീക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് എങ്ങനെ പെരുമാറണമെന്നും എവിടെ ഏത് രീതിയിൽ ചിരിക്കണമെന്നും ആരോട് എങ്ങനെ സംസാരിക്കണമെന്നും ഒരു 4 ആളെ മുന്നിൽ കിട്ടിയാൽ എങ്ങനെ അവരോട് ഡീല് ചെയ്യണമെന്നും പ്രോബ്ലം സോൾവിങ് 10 വിഷയത്തിൽ 9 വിഷയവും A+ ആണ്. ഒരു വിഷയത്തിന് തോറ്റത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു, ഫോൺ തരൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുട്ടി വല്ലാതെ മോശമാവുന്നു, പൊട്ടിത്തെറിക്കുന്നു, ആത്മഹത്യ പോലും ചെയ്യുന്ന വക്കിലേക്കൊക്കെ ഇന്ന് കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവൊന്നും അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ലഭ്യമായ കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട സോഫ്റ്റ് സ്കില്ലുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ പെരുമാറണമെന്നൊക്കെയുള്ള കുട്ടികളെ മനസ്സിലാക്കിയിട്ടുള്ള പാരൻറ്റിങ്ങും കുട്ടികളെ മനസ്സിലാക്കിയിട്ടുള്ള ടീച്ചിങ്ങും അതിൻ്റെയൊക്കെ അഭാവങ്ങൾ എവിടെയൊക്കെയോ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഫാൾട്ടാണ്. അതിനെ പരിഹരിക്കുക എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളിലൂടെയും ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ എൻകറേജ് നമുക്ക് ധൈര്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാം. ഒരു മത്സരമാണ്, നമ്മൾ തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, തോറ്റാലും ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല, മത്സരമാണല്ലോ. പരീക്ഷ ആണെങ്കിൽ അങ്ങനെയല്ല, നിർബന്ധമായിട്ട് ജയിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രെസ്സ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു സ്ട്രെസ് ഉണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ പങ്കെടുക്കുമ്പോൾ തോൽക്കാനുള്ള സാധ്യതയുമുണ്ട്. തോറ്റാലും കുഴപ്പമില്ല, ജയിച്ചാലോ വളരെ അച്ചീവ്മെൻ്റാണ്. ആ അച്ചീവ്മെൻറ്റിനെ സമൂഹമധ്യം നമ്മളെങ്ങനെ പ്രകടിപ്പിക്കണം. ഓക്കെ, ഇനി വീറും വാശിയും ഒക്കെ ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് പ്ലാനിങ്ങുകൾ വരച്ചു കൊടുക്കും. നമ്മളിപ്പം ഓരോ ദിവസവും ഓരോ പോർഷനുകളൊക്കെ വെക്കും. കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ വളരും. ഓക്കെ, കുട്ടികൾ ഇതൊക്കെ ചെയ്യണം. ഇത് നിർബന്ധമായിട്ട് ഒരാൾ ബേക്കിൽ നടക്കുകയൊന്നും ചെയ്യില്ല. ഒരു പരിധി വരെ പേരൻസിൻ്റെയോ രക്ഷിതാക്കളുടെയോ ഒന്ന് പഠിക്കുക എന്ന് പറയുന്നത് പോലെ ഈ മത്സരത്തിന് അങ്ങനെ സ്ട്രെസ് നമ്മൾ കൊടുക്കില്ല. കാരണം ഒരു മത്സരമായിട്ട് നമ്മളൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ കുട്ടി സ്വയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് ജയിക്കണമെന്നുള്ള ഒരു പ്ലാനിങ്ങും കണ്ടീഷൻസും എവിടെയൊക്കെ എന്തൊക്കെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ കുട്ടി അറിയാതെ തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഒരുപാട് ഭാവിയിൽ ഉയരത്തിലേക്ക് എത്തണമെന്നും ഒരു പ്രൈസ് 8 ഗ്രാം എന്ന് പറയുന്ന ഫസ്റ്റ് പ്രൈസിലേക്ക് എത്തണമെന്നൊക്കെയുള്ള ഒരു ഉത്സാഹവും ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത. ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ ഫോണിൽ നിന്നും മാറി നിൽക്കും, കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും മാറി നിൽക്കും. എന്നാലോ ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ കിട്ടുകയാണ്, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞു പ്രോഗ്രാമിലൂടെ പങ്കെടുക്കുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ വസ്തുത. അതിലുപരി കുട്ടികൾക്കൊരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തമൊക്കെ കിട്ടാണ്. ഇതിങ്ങനെ ഇന്ന് പോർഷൻ തീർക്കണമെന്നും ഇങ്ങനെ ചെയ്താലാണ് എന്നതിലേക്ക് എത്തുക എന്നുള്ളതും ഒരു പബ്ലിക്കായിട്ടുള്ള എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നൊക്കെയുള്ള ഒരുപാട് അവയർനെസ്സും ബോധവും ഒക്കെ ഒരു കുട്ടിക്ക് കിട്ടുകയാണ്. ഇത് യഥാർത്ഥ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതുവഴി കുട്ടിയിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളും സന്തോഷങ്ങളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാവില്ല. നമ്മൾ ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒഴിവാക്കും. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങൾ നമുക്ക് കുട്ടിക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കളൊക്കെ വിചാരിക്കണ്ടാവും, ഇങ്ങനെയൊക്കെ നേട്ടമുണ്ടോ, ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടല്ലേ എന്നുള്ള ഒരു
ഒരു സമീപനമായിരിക്കും ഉണ്ടാവാം. ഏതുപോലെ നമ്മൾ ഒരു മാങ്ങ വിത്ത് നടുന്ന സമയത്ത് നമ്മൾ മാങ്ങ കിട്ടണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു മാവ് നടുന്ന സമയത്ത് മാങ്ങ കിട്ടണമെന്നേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ അതിൽ പക്ഷിക്ക് കൂടൊരുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, തണൽ കിട്ടുന്നുണ്ട്, തണുപ്പ് കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സൈഡായിട്ടുള്ള റിസൾട്ടുകളുണ്ട്. അത് നമ്മൾ ഫോക്കസ് ചെയ്യാറായില്ല. എന്നാലും സ്വാഭാവികമായിട്ട് നട്ടാൽ അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വഴി കുട്ടിയിലുണ്ടാകുന്ന കുട്ടിയുടെ ബ്രെയിനിലും സ്വഭാവത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് വസ്തുത. കുട്ടികളെക്കുറിച്ചുള്ള സൈക്കോളജിയിലും പഠനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റികളും ഉത്തരവാദിത്തങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന രൂപമാറ്റങ്ങൾ ഇതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളുമൊക്കെ ഒരർത്ഥത്തിൽ കുട്ടികളിൽ ഇങ്ങനെയുള്ള നല്ല നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത പ്രിയപ്പെട്ട രക്ഷിതാക്കളും അധ്യാപകരും ഉൾക്കൊള്ളണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മക്കൾ വളരെ കഴിവുള്ളവരാണ്. നമ്മളെക്കാളും നമ്മുടെ മക്കൾ ഒരുപാട് കഴിവുള്ളവരാണ്. അവരെ ഒന്ന് നമ്മൾ പെരുമാറേണ്ടതുപോലെ, അവരെ വളർത്തേണ്ടതുപോലെ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അവസരങ്ങളൊക്കെ അവർക്ക് തുറന്നു കൊടുത്താൽ ഞാൻ പറയുന്നു അവർ വളരെ മിടുക്കരാകും. അവരോട് പെരുമാറേണ്ട രീതികളുണ്ട്, അധ്യാപകർ അവരോട് പെരുമാറേണ്ട രീതികളുണ്ട്, ടീച്ചർമാർ, സ്കൂളിലെ അധ്യാപകന്മാർ, ഉസ്താദുമാർ അവരോട് പഠിപ്പിക്കേണ്ട ഒരുപാട് രീതികൾ, നമ്മുടെ രക്ഷിതാക്കൾ അവരോട് സമീപിക്കേണ്ട ഗുഡ് പാരൻറ്റിങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏരിയകൾ, വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഒരുപാട് ക്ലാസ്സുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ അർഹിക്കുന്ന രീതിയിൽ ആ ഒരു അളവിലും തോതിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ മക്കളിലും അതുവഴി നമ്മുടെ സമൂഹത്തിലുമൊക്കെ നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളൊക്കെ ഉഷാറായി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ? ഒരുപാട് ഭൗതികമായ നേട്ടവും വേണം. നമ്മൾ മതപരമായിട്ട് വിശുദ്ധ ഇസ്ലാമിലും അള്ളാഹുവിലും മുത്തറസൂലിലും അവൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ ഭൗതികമായിട്ട് നമ്മൾ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരുപാട് ജോലി സാധ്യതകളൊക്കെയുള്ള ഒരുപാട് ബഹുസ്വരമായ ഇന്ത്യയിലാണ് നമ്മളൊക്കെ താമസിക്കുകയും ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മക്കളുമൊക്കെ ഉയർച്ചയിലേക്ക് എത്തണം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഉയർച്ചയിലേക്ക് എത്തണം എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളൊക്കെ. പക്ഷെ അതിനുള്ള ഒരുപാട് അവസരങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏതൊക്കെ സ്കോളർഷിപ്പുകൾ ഉണ്ട് എന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ മനസ്സിലാക്കണേ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം 18ഓളം സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ പ്രകാരം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 15ഓളം, നമ്മുടെ സംസ്ഥാന സ്കോളർഷിപ്പ് അല്ല കേട്ടോ പറഞ്ഞത്, നാഷണലും ഇൻ്റർനാഷണലുമായ ഒരുപാട് സ്കോളർഷിപ്പുകൾ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 22 സ്കോളർഷിപ്പുകളുണ്ട്. ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. ആ സ്കോളർഷിപ്പുകളൊക്കെ നേടുകയാണെങ്കിൽ അതിന് മാത്രം നമ്മുടെ കുട്ടികൾ പഠിക്കുന്നവരാണ്, അതിന് മാത്രം നമ്മളെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇത്തരത്തിൽ എക്സാമുകളൊക്കെ എഴുതിപ്പിക്കാനുള്ളത്. പക്ഷെ നമ്മൾ അറിയാത്തത് കൊണ്ടും അലംഭാവം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വിചാരിക്കുന്നത് സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് മാത്രം മതിയെന്നാണ്. സത്യത്തിൽ അത് എവിടെയും എത്തില്ല എന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസമാവട്ടെ, മദ്രസയിൽ നിന്നൊക്കെ പഠിക്കുന്ന അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള അവസരങ്ങളിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ, ഒരുപാട് കഴിവുള്ള മക്കളാണ് നമ്മളുടേത്. ഓരോരുത്തരുടെയും കഴിവെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. നമുക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളാണ്. എല്ലാവരും ഒരേ റൂട്ടിൽ മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ ലിസാനുൽ ഖുർആനിൽ ഫുൾ മാർക്ക് വാങ്ങണം, എല്ലാവരും ടോപ്പ്ലെസ് വാങ്ങണം എന്നുള്ള ചിന്താഗതി തന്നെ നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ബ്രെയിനിൻ്റെ ഓരോ ഫങ്ഷൻസാണ്, ഓരോ ഏരിയകളോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും, പെൺകുട്ടികളെ കുറിച്ചൊക്കെ ആണെങ്കിൽ അതൊക്കെ വലിയൊരു മേഖലകളായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ സ്കൂളിലൊക്കെ നല്ല ബ്രില്യൻ്റ് ആകുന്ന മക്കൾക്ക് ലക്ഷക്കണക്കിന് എന്നല്ല കോടിക്കണക്കിന് രൂപയുടെ ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് നമ്മുടെ ഉമ്മത്തിന്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം കോട്ടകളൊക്കെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ കാണും. പക്ഷെ ഇതൊക്കെ ആർക്കോ, ഞാനല്ലാത്ത എൻ്റെ മക്കളല്ലാത്ത ഏതോ ആർക്കോ വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു സമീപനമാണ് നമ്മളുടേതൊക്കെ. അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ ആവണം പ്രിയപ്പെട്ട രക്ഷിതാക്കളും അധ്യാപകന്മാരും ഉസ്താദുമാരൊക്കെ ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പറയുന്ന സമയം ഞാൻ മൊറോക്കോയിലാണുള്ളത്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംസ്ഥയുടെ അഭിമാന സ്ഥാപനം. ഓക്കെ, നമ്മുടെയൊക്കെ സ്ഥാപനമാണല്ലോ. അവിടുന്ന് കുറച്ച് ഉദവികൾക്ക്
ഒരു വർഷത്തെ ഒരു കോഴ്സിന് വേണ്ടി ആഫ്രിക്കയിലെ മൊറോക്കോയിൽ സൗജന്യമായി ഭക്ഷണം, താമസം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയൊക്കെ എന്നെല്ലാം നമുക്ക് ഓരോ മാസവും നമുക്ക് സ്കോളർഷിപ്പ് ഫണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ മതം പഠിക്കുന്നവർക്കും ഭൗതികമായി പഠിക്കുന്നവർക്കൊക്കെ ഒരുപാടുണ്ട്. നമ്മളൊന്നും അറിയാത്തതും നമ്മളൊന്നും ഇറങ്ങാത്തതിൻ്റെയും പ്രശ്നമാണ്. ഓക്കെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതിനേക്കൊക്കെ ഉള്ള ഒരു വെളിച്ചമാവണം നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ. ഇതിനാവണം രക്ഷിതാക്കളും നമ്മളൊക്കെ ഇറങ്ങേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ കഴിവുണ്ട്, നമുക്ക് തോന്നാണ് നമ്മുടെ മക്കൾ ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിൻ്റെ ഒക്കെ ഭൗതികമായ നേട്ടങ്ങളൊക്കെ നമുക്ക് വേണം, നമുക്ക് ആഖിറം മാത്രം പോരേ. ഒരിക്കലുമല്ല, നമുക്ക് ദുന്യാവും ആഖിറവും ഇസ്സത്തോടു കൂടി ജീവിക്കണം. വിശുദ്ധ ഖുർആനിലെ അഹ്റാഫ് സൂറത്തിലെ 32-ാമത്തെ ആയത്തിൽ വളരെ മനോഹരമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിന റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ ഖാലിസത്തുൻ യൗമൽ ഖിയാമ എന്ന് പറഞ്ഞൊരായത്ത്. എന്താ ആയത്തിൻ്റെ ആകത്തുക ഞാനിതേ പറയുന്നുള്ളൂ. ഈ ഭൗതികമായ ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെയും ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ വിശ്വസിക്കുന്ന നമുക്കൊക്കെ വേണ്ടിയുള്ളതാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ, ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, അവസരങ്ങളൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ മുന്നോട്ടേക്ക് വരണമെന്നാണ് ഞാൻ ആമുഖമായിട്ടും അവസാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി അധ്യാപകരാകുന്ന നമ്മൾ, രക്ഷിതാക്കൾ, കുട്ടികളൊക്കെ ഒരുപാടൊന്നും ചെയ്യാനില്ല. ചെറിയ 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 സ്റ്റെപ്പുകൾ മാത്രമേ നമ്മൾ വെക്കാനുള്ളൂ. ചെറിയ സ്റ്റെപ്പുകൾ, ചെറിയ പരിശ്രമം ചെയ്താൽ മതി. എന്നാൽ തന്നെ വലിയ റിസൾട്ടുകൾ നമുക്ക് കിട്ടും. ചെയ്യണത് ഇഖ്ലാസോടെ ചെയ്യണം എന്നേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് ഉമ്മമാർ മക്കളെ സ്നേഹിച്ച് പെരുമാറുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആത്മാർത്ഥമായിട്ട് ഉസ്താദുമാർ കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമുക്കത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് കൊടുത്തോ അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. വാട്ട് യു ഗിവ് ഔട്ട് ദെൻ ഗിവ് ബാക്ക് എന്നാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്താലും അത് നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, എന്നത് കൊണ്ട് സ്നേഹം നമ്മൾ മക്കൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം നമുക്ക് കിട്ടും. ആത്മാർത്ഥമായ പരിശ്രമമാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതൊരു നാച്ചുറൽ തീമും കൂടിയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായും നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ് നമ്മളൊക്കെ നടത്തേണ്ടത്. ഒരു കഥ പറയാറുണ്ട് പൊതുവെ. ആത്മാർത്ഥമായിട്ട് ബിൽഡിങ് കോൺട്രാക്റ്റ് എടുക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അയാൾ ഒരുപാട് ബിൽഡിങ്ങുകൾ എടുത്തു. 60-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിരമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോസിനോട് പോയിട്ട് പറഞ്ഞു, ഞാൻ നിർത്തി, ആത്മാർത്ഥമായി ഞാൻ ഒരുപാട് ചെയ്തു, ഇനി ഞാൻ നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ബോസ് പറഞ്ഞു, ഒരു വീടും കൂടി നിങ്ങൾ നിർമ്മിക്കണം. നിങ്ങൾ നിർമ്മിച്ച ഒന്നും ഇതുവരെ മോശമാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു വീടും കൂടി നിർമ്മിക്കാനുണ്ട്, നിങ്ങൾ നിർമ്മിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ മെൻ്റലി ഈ പണിയൊക്കെ രാജിവെച്ചു. അവസാനം ബോസ് അടിച്ചേൽപ്പിക്കുന്ന ഒരു പണിയായതുകൊണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അയാൾ ഏറ്റെടുത്തു. അയാൾ പൊതുവെ ആത്മാർത്ഥമായി ചെയ്യുന്ന ആളായിരുന്നു. ഇത് താല്പര്യമില്ലാതെ ആർക്കോ വേണ്ടി ചെയ്യുന്ന രീതിയിൽ ബോസ് നിർബന്ധിച്ചതിൻ്റെ പേരിൽ മാത്രം ഏറ്റെടുത്താണ്. കാരണം അയാൾ നിർത്തിപ്പോയതാണ്. അയാൾ ജോലി ഏറ്റെടുത്തു, എന്നും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു. പക്ഷേ ഒരുപാട് തട്ടിപ്പുകൾ, സിമൻറ്റിൽ ഒരു നല്ല സ്ട്രോങ് ആവേണ്ട സിമൻറ്റുകൾ ഒഴിവാക്കി നല്ല കമ്പികളൊക്കെ മാറ്റിയിട്ട് തട്ടിക്കൂട്ടി പെട്ടെന്ന് പരിപാടി തീർത്തു. ഓക്കെ, അങ്ങനെ ബോസിനോട് പറഞ്ഞു, ബോസ് എൻ്റെ ആ ഒരു വർക്കും കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ബോസ് തൻ്റെ ആ പുതിയ നിർമ്മിച്ച ആ ഭവനത്തിൻ്റെ ചാവി അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള, കമ്പനി വക നിങ്ങൾക്കുള്ള വീടാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ വിരൽ കടിക്കുന്ന ഒരു കഥ. എന്തായിരുന്നു വിരൽ കടിക്കാനുള്ള കാരണം? അയാൾ എല്ലാ വീടും, ഇതുവരെ നിർമ്മിച്ച എല്ലാ വീടും ആത്മാർത്ഥമായി നിർമ്മിച്ചതായിരുന്നു. അതൊരു പാഷനായി താല്പര്യത്തോടു കൂടി ചെയ്തതായിരുന്നു. എന്നാൽ അവസാനം നിർമ്മിച്ച വീട് ഒരു കൽപ്പന പോലെ ചെയ്തതുകൊണ്ട് പലതും അയാൾ അതിലെന്തായിട്ടുണ്ട്, ന്യൂനത വരുത്തിയിട്ടുണ്ട്. സത്യത്തിൽ അത് തിരിച്ചു കിട്ടിയത് തനിക്ക് തന്നെയാണല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ് അയാൾക്കുണ്ടായത്. ആത്മാർത്ഥമായി ചെയ്തു, നമുക്കത് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് ഇത്രയും കാലത്തെ നമ്മുടെ ചെറിയ സേവനങ്ങൾ കൊണ്ട് എജു ഫേസിലൂടെയും എജു ഗാർഡനിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലായ വസ്തുത എന്ന് പറയുന്നതും അതാണ്. ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളിലേക്ക് വരുന്ന ഓരോ കുട്ടികളെയും ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാരൻസിനും ടീച്ചേഴ്സിനും കുട്ടികൾക്കുമൊക്കെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തതൊക്കെയും അൽഹംദുലില്ലാഹ് കണ്ടാസ്വദിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നു. ആത്മാർത്ഥമായി ചെയ്തോ, ആത്മാർത്ഥമായി കിട്ടും, ഇവിടെ തന്നെ കിട്ടും, അല്ലെങ്കിൽ ആഖിറത്തിൽ എന്തായാലും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മൾ നിശ്ചിത സമയത്ത് നമ്മുടെ
ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അതെന്തായാലും പഠിക്കണം. അതിന് പുറമെ നിങ്ങൾക്ക് കഴിയുന്ന ഒരുപാട് ഏരിയകളും കൂടി നിങ്ങൾ ടച്ച് ചെയ്യണം. കാരണം ക്വിസ് മത്സരമാണ്, ഒരുപാട് ഏരിയകളുണ്ട്. ഞങ്ങൾ പറയുന്നതേ വരൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം അത്രമാത്രം ഞങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആത്മാർത്ഥമായതുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ഓരോ ദിവസവും കറക്റ്റ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടും കേട്ടും എടുത്ത് പഠിക്കാനുള്ള താല്പര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് വരണം. ഒന്ന്. രണ്ടാമത് ഫോണിലൂടെയാണ് നമ്മൾ അയക്കുന്നത് അല്ലേ, വാട്സപ്പ് മുഖേനൊക്കെയാണ്. അപ്പോൾ ഫോണൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് നേരം അതിന് വേണ്ടി ചിലവഴിച്ച ഉമ്മമാർ ചീത്ത പറയും. നിങ്ങളെ മാത്രമല്ല, ആ ചീത്തയുടെ ഒരു എഫക്റ്റ് ഞങ്ങൾക്കും കൂടി ഉണ്ടാവും. ഓരോരോ പരിപാടി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് സത്യത്തിൽ ഞങ്ങൾക്കും കൂടി വേദനിക്കുന്നതാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കണം. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ഫോണൊന്നും ഉപയോഗിക്കരുതേ എന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. പിന്നെ മത്സരമാണ്, നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുക, അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുക. ജയം പരാജയം ഓക്കെ, അതൊക്കെ പേരിൽ മാത്രമാണ്. പങ്കെടുക്കുന്ന ഓരോരുത്തരും ജയിക്കുകയാണ്. കാരണം അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കൾ, അതേപോലെ തന്നെ ഉസ്താദുമാർ എല്ലാവരും ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് പറയാനുള്ളത് ഇതാണ്: നമ്മൾ ഏത് വിത്താണോ നടുന്നത് ആ വിത്തിനനുസരിച്ചായിരിക്കും അതിലുള്ള ആ ചെടിയിലെ പൂവ് എന്ന് പറയുന്നത് അല്ലേ. ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഈ പ്രോഗ്രാം കൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ച് ഇത് പറഞ്ഞാൽ മതി. ഏത് വിത്താണോ നമ്മൾ നടുന്നത് ആ വിത്തിനനുസരിച്ചായിരിക്കും അത് ആ ചെടിയിലെ പൂവ്. അഥവാ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട മക്കൾ. അവരെ ഏത് രീതിയിലുള്ള വിത്താക്കണമെന്ന് നിങ്ങളാണ്, അധ്യാപകരെ, ഉസ്താദുമാരെ നിങ്ങളും അതേപോലെ തന്നെ രക്ഷിതാക്കളെ നിങ്ങളുമൊക്കെയാണ് തീരുമാനിക്കുന്നത്. അവരെ നല്ലവരാക്കി, നല്ല പുഷ്പിക്കുന്ന, നല്ല വാസനയുള്ള, കണ്ടാൽ ആരും കൊതി തോന്നുന്ന ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി പറ്റും. അങ്ങനെ വളർത്തിയാൽ ആ വിത്തിന് ആ ഒരു ഗുണമായിരിക്കും ഉണ്ടാവുക. അവരിൽ നിന്നും പുഷ്പിക്കുന്നത് റോസാപ്പൂവിനേക്കാളും മനോഹരമുള്ളതായിരിക്കുമെന്നുള്ള ചില ചിന്തകൾ മാത്രം ഇട്ടേച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എജുഫേസ് ഇൻഷാ അല്ലാ ഏറ്റെടുത്ത ഈ ഉദ്യമം വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടണം ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.